ഹായ് ഹലോ മദർ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് പയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പം 2 പേഴ്സൺ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിതിൽ ഒരു കളർ ഒരു പേഴ്സണും ഒരു കളർ വേറൊരു പേഴ്സണും വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇല്ല ഒരാളെ ഉള്ളെങ്കിൽ ഒരു കളർ ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കളറ് ബ്ലൂ കളർ. ഓക്കെ, സെക്കൻഡ് ഗ്രീൻ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആവുന്ന കളറ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കളറിലേക്ക് വലിയ അട്രാക്റ്റ് തോന്നിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ നമ്പർ വേണോ രണ്ടാമത്തെ നമ്പർ വേണോ എന്ന് സെലക്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച് ബ്രീത്ത് ഔട്ട് എടുത്തതിന് ശേഷം മാത്രം ഫയൽ സെലക്ട് ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സ് ഏറ്റവും കറക്റ്റായിട്ടുള്ള സെലക്ഷൻ തന്നെ നിങ്ങൾക്ക് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റ് റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏഞ്ചൽ തന്നെ ഇറങ്ങി വന്ന് റീഡിങ് ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഏറ്റവും കറക്റ്റ് റീഡിങ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 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 ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കറക്റ്റ് റീഡിംഗ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. കറക്റ്റ് റീഡിംഗ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ നന്ദി പറയൂ. നിങ്ങളുടെ പേഴ്സൻ്റെ കറക്റ്റ് റീഡിംഗ് നിങ്ങൾക്ക് ലഭിച്ചതിനാൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചതിന് നന്ദി പറയൂ. താങ്ക് യു 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 താങ്ക് യു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ ഈ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തിയുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തിയുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തിയുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഏറ്റവും കറക്റ്റായ റീഡിംഗ് തന്നതിനായി നന്ദി 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 നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു. ക്യൂൻ ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത്. ദ ഡെവിൾ, 5 ഓഫ് ഫാൻസ്. ഓക്കെ, ഏരീസ്, സ്പൈസീസ്, എയർ സൈൻ, ക്യാപ്രിക്കോൺ, എർത്ത് സൈൻ, ലിയോ, ഫയർ സൈൻ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 5, 15, 6, 33. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ നമ്പറോ ഈ മാസമോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. 5-ാം മാസമോ 6-ാം മാസമോ ഓക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് അവരുടേതായ ജോലിയിൽ അല്ലെങ്കിൽ അവർ സ്ട്രോങ് ആയിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. നിങ്ങളുടെ പേഴ്സൺ ഫസ്റ്റ് ഫയൽ എടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേഴ്സൺ തീർച്ചയായിട്ടും അവർ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും അവർ സ്വാതന്ത്ര്യമായിരിക്കുകയാണ്. അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവർ കുറേ കൂടെ സ്ട്രോങ് ആയിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് വിഷമങ്ങളിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയിരിക്കുകയാണ്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. അവരുടെ ജോലി എന്താണോ ആ ജോലിയിലേക്ക്, അപ്പോൾ ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും അവരുടെ ഒരു നേതൃത്വത്തിൽ കഴിയുന്ന ഒരു
ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ അതിലവർ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുന്നില്ല. കാരണം നിങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ കൂടുതലും അവരുടെ വർക്കിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ശ്രദ്ധിക്കാൻ അവർ ഈ ഒരു സമയത്ത് താല്പര്യപ്പെടുന്നില്ല. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് പൈൽ എടുത്തിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കാർഡിൽ ക്യൂൻ ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവരിപ്പോൾ കൂടുതലും ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഫാമിലിയിലോട്ടാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ഫാമിലി ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ 5 ഓഫ് കപ്പാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഒരുമിച്ചുണ്ടായിരുന്ന ബോണ്ടിങ്, നിങ്ങൾ കൊടുത്ത സ്നേഹം, അതെല്ലാം നഷ്ടമായി പോയി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ലഭിക്കുന്നില്ല എന്നോർത്ത് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ വിഷമം എന്തായാലും അവർ പുറമേ കാണിക്കുന്നില്ല. അവരുടെ ഉള്ളിലാണ് ആ വിഷമങ്ങൾ മറക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടുതലും ഫാമിലിയുമായിട്ട് ഇൻവോൾവ് ആവുകയും അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുകയുമാണ് ഈ ഒരു സമയം ചെയ്യുന്നത്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മറക്കുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, നിങ്ങളെ മറക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അവരുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ഫാമിലിയെ കൂടുതൽ സ്നേഹിക്കുകയും അവരോടൊപ്പം പുറത്തു പോകുകയും സന്തോഷിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് ചെയ്യുന്നത്. ഓക്കെ, അവരിപ്പം ഏതോ വ്യക്തികളുടെ ഒരു ഷാഡോ ആയിട്ട് മറ്റെന്തെങ്കിലും അവർ കൂടുതൽ അറ്റാച്ചായി അവരുടെ അഡിഷനാക്കി വെച്ചിരിക്കുകയാണ്, അവരെ തന്നെ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. അവർക്കിപ്പോൾ മറ്റെന്തോത്തിലോ ഒരുപാട് അഡിഷൻ തോന്നുന്നുണ്ട്. എന്തിലാണെന്ന് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ദുശീലങ്ങൾ അവർക്കുണ്ടായിരിക്കാം. ചില ലഹരി അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ അവർ അതിലോട്ട് കൂടുതൽ ആയിരിക്കുന്നു. കാരണം നിങ്ങളിൽ നിന്നുള്ള ആ ഓർമ്മയെല്ലാം 5 ഓഫ് കപ്പിൻ്റെ ആ ഒരു എനർജി മറക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. തീർച്ചയായിട്ടും 5 ഓഫ് സോഡാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, വന്നിരിക്കുന്നത് 5 ഓഫ് സോഡാണ്. നിങ്ങളെ ചതിച്ചതിൽ അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചതിൽ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ ആക്കിയതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെ ചതിച്ചു, ഓക്കെ, നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട്, ഓക്കെ, നിങ്ങളെ തോൽപ്പിച്ച് കൊണ്ടുപോയി. ബോട്ടം ഓഫ് ദ ഡെഗ് വന്നിരിക്കുന്നത് ലവ് ആണ്. ലവേഴ്സ് കാർഡ് ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ, കാരണം ഡെവിൾ വന്നിരിക്കുന്നുണ്ട്, 5 ഓഫ് സോഡ് വന്നിരിക്കുന്നുണ്ട്, ഈ ലവേഴ്സ് കാർഡ് റിവേഴ്സാണ് മീനിങ് എടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചു, നിങ്ങളോടുള്ള സ്നേഹത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു, നിങ്ങളെ ചതിച്ചു, സ്നേഹത്തിൻ്റെ ഇത് കാണിച്ചു വന്നു. നിങ്ങളിൽ വിശ്വാസവഞ്ചന കാണിച്ചതിൽ ചില സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചില അഡിഷനുകളിലേക്ക് പോകുകയാണ്. ആ അഡിഷനിൽ പോകാൻ കാരണം എന്തായിരുന്നാലും നിങ്ങളെ ചതിച്ചു എന്നുള്ള കുറ്റബോധങ്ങൾ കൊണ്ടാണ് അവർ ആ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫീമെയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവർ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. അവർ എന്തായിരുന്നാലും നിങ്ങളുടെ മനസ്സ് ആ ഒരു മനസ്സിൽ നിന്നും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി, നിങ്ങളിലേക്കുള്ള ശ്രദ്ധ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചില മോശമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതലാക്കി വയ്ക്കുന്നു. ഓക്കെ, മറ്റു എന്തെങ്കിലും പേഴ്സണുമായിട്ടുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്, ഇതിൽ തേർഡ് പാർട്ടി കാണുന്നുണ്ട്, തേർഡ് പാർട്ടിയിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നതിന് നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും തേർഡ് പാർട്ടിയിലേക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ചതിച്ചു പോയി എന്ന്, നിങ്ങളെ ചതിച്ചതാണ് എന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലവർക്ക് കുറ്റബോധവും ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും കുറ്റബോധമുണ്ട്. പ്ലീസ് ഗൈഡ് മൈ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പെയിൻ അനുഭവിക്കുകയാണ്. നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ പേഴ്സൺ ഏത് വ്യക്തിയോടൊപ്പമാണോ പോയിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ ഒരുപാട് നിയന്ത്രിക്കുകയാണ്. ഒരു വിധത്തിലും ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ യഥേഷ്ടം സഞ്ചരിക്കുവാനോ തികച്ചും ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത വിധം
നിങ്ങളുടെ പേഴ്സണെ കെട്ടി വരിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് പോലെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബ്ലാക്ക് മെയിൽ കൂടി ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണെ കെട്ടി വരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും മറ്റു വ്യക്തികൾ പറയുന്നത് അനുസരിച്ച് നീങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ ചതിച്ചത് അവരെ ഒരുപാട് പെയിൻ അനുഭവിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. 5 ഓഫ് വാണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 5 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. അവർ ഒന്നിലധികം ആൾക്കാരുമായിട്ട് അവർ കലഹിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ അവർ എന്ത് ചെയ്തിരുന്നാലും അതെല്ലാം അവർക്ക് മെനയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിരുന്നാലും അതൊന്നും സക്സസ്സിലോട്ട് പോകുന്നില്ല. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കുന്നില്ല. കോൺഫ്ലിക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പല വ്യക്തികളും അവർ കടം കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ ഒന്നുകിൽ അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. ആ പണം കറക്റ്റ് ടൈമിൽ തിരിച്ചു കിട്ടാത്തതിൻ്റെ ബഹളവും വഴക്കും തങ്ങളിൽ അടിയുണ്ടാകുന്നുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണാണ് പണം വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ ആ കൊടുത്ത ആൾക്കാർ വീട്ടിൽ വന്ന് നിങ്ങളുടെ പേഴ്സണെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ്. ഓക്കെ, നിങ്ങളെ വിട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാതെയുള്ള സമയവും കാര്യങ്ങളും സ്നേഹവും എല്ലാം നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നല്ലൊരു രീതിയിൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് ഇരട്ടി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ലഭിച്ചത് അവരുടെ മാനസികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സന്തോഷവും നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് തരേണ്ടതായ സമയവും സ്നേഹവും എല്ലാം മറ്റൊരു വ്യക്തിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് ഒന്നും ലഭിക്കുന്നില്ല. അവിടെ നിന്ന് അടിയും വഴക്കും മനസ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 8 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നാലും ഒരു ന്യൂ ബിഗിനിങ് എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരുമോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുമോ? ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകുമോ? നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കടന്നുകൊണ്ട് മുറിച്ച് മാറ്റിക്കൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന ഒന്നാമത്തെ പൈൽ എടുത്ത വ്യക്തിയുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ തേർഡ് പാർട്ടിയെ മാറ്റിക്കൊണ്ട് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മാറി വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത വ്യക്തിയുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത വ്യക്തിയുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഒഴിഞ്ഞു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് ചിലപ്പോൾ റീഡിങ് രണ്ടായിട്ട് ഇടേണ്ടതായിട്ട് വരും. കാരണം ഒന്നാമത് ഞാൻ ഒരു റീഡിങ് എടുക്കുമ്പോൾ തന്നെ അത് 1 മണിക്കൂറോളം പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓണായി വരിക തന്നെ ചെയ്യും. തേർഡ് പാർട്ടി ഓഫർ കൊടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ വരും. പക്ഷേ വരുന്നത് കുറച്ച് ടൈം എടുക്കും വരാൻ. ഏകദേശം 1 വർഷവും 4 മാസവും 10 ദിവസവും എടുക്കുന്ന രീതിയിലാണ് ഇവിടെ ഒരു ടൈം ഡ്യൂറേഷൻ കാണിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നാലും തേർഡ് പാർട്ടിയെ വിട്ട് വീഴും. പക്ഷേ അതിനു മുന്നേ അവർ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അനുഭവിച്ചതായിട്ട് വരാൻ കഴിയുള്ളൂ. ഈ ഒരു സമയം എന്തായിരുന്നാലും ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി എന്തായാലും ഒഴിഞ്ഞു പോകുന്നതല്ല. എങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിലുള്ള ബാക്ക് സ്റ്റാബിങ് കാര്യങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു സിറ്റുവേഷനെ വിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുള്ളൂ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ.
എന്നാലും അധിക നാളൊന്നുമില്ല, 1 വർഷവും 4 മാസവും 10 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾ ആരാണോ ഏറ്റവും പോസിറ്റീവായി ഇരിക്കുന്ന ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് വരുന്നതായിരിക്കും. ഓക്കെ, അല്ലാതെ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന വ്യക്തികളിലേക്ക് ചിലപ്പം ഈ ഒരു കാര്യം സംഭവിക്കുന്നതിന് കാലതാമസം എടുക്കും. പോസിറ്റീവായി ഇരിക്കുന്നവർക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ മൂണിനെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. 7 ഓഫ് സോഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ ചതിക്കുകയാണ് എന്ന്, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചതിക്കുകയാണ് എന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി. കാരണം നിങ്ങളെ ചതിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ വന്നത്. അപ്പോൾ അതേ ഒരു സംശയത്തോടു കൂടി തന്നെയാണ് തേർഡ് പാർട്ടിയുടെ അടുത്തും നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുകയാണ്. ആ മനസ്സിലായതിന് ശേഷം അവരുമായിട്ടുള്ള റിലേഷൻ ഇപ്പം അൺസ്റ്റേബിളായിരിക്കുകയാണ്. ഒരുപാട് വിഷമത്തിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. കാരണം നിങ്ങളെ കഴിഞ്ഞ് കൂടുതൽ വിശ്വസിച്ചത് തേർഡ് പാർട്ടിയാണ്. ആ തേർഡ് പാർട്ടിയിൽ നിന്ന് നല്ലൊരു ചതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ ചതിച്ചിരിക്കുകയാണ് പേഴ്സൺ. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചതിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിഷമങ്ങൾ ഒരുപാട് ഉണ്ട്. എന്ത് ചതിയാന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ചതിയാണ് തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് കൊടുത്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ചതിയാണ് കൊടുത്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പൈസ, നിങ്ങളുടെ പേഴ്സണെ ചതിച്ചിരിക്കുന്നത് പൈസയാണ് കേട്ടോ. തീർച്ചയായിട്ടും പണം പറ്റിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതി അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ റിലേഷൻ എന്ന് പോലും ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അപ്പം എന്തായിരുന്നാലും നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുകയാണ്. ഓക്കെ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവരോടുള്ള ഈ ഒരു റിലേഷൻ അവർ വന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടിയുടെ ഈ ഒരു ഓഫർ അവർ നിഷേധിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയുടെ ഓഫർ ഇപ്പോൾ വേണ്ട എന്ന് വെക്കുന്നതിന് കാരണം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജിയിലോട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് അവരിലേക്കുള്ള പ്രണയം ഒന്നും കൊടുക്കാൻ ഈ ഒരു സമയത്ത് ആകുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള സ്നേഹങ്ങളെല്ലാം അടച്ചു വെച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ തേർഡ് പാർട്ടിയോട് സ്നേഹമാണെങ്കിലും ശരി തന്നെ എന്ത് തന്നെയാണെങ്കിലും കൊടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നില്ല. സെയിം കാർഡ്, അതേ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇമോഷൻ ആയിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് ഓർക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്കാണ് ശ്രദ്ധ വച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു 3 കപ്പെന്ന് പറയുന്നത് 5 ഓഫ് കപ്പ്, കാരണം നഷ്ടപ്പെട്ട് നേരത്തെ വന്നിരുന്ന ബോട്ടം ഓഫ് ദി ഡെക്കിലായിരുന്നു വന്നിരുന്നത്. 5 ഓഫ് കപ്പായിരുന്നു വന്നിരുന്നത്. അപ്പം നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ, കാരണം നിങ്ങളുടെ ഇമോഷനെ കാണാതെ പോയി, നിങ്ങളുടെ സ്നേഹത്തെ അവർക്ക് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു സമയത്തെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയുടെ കപ്പിലേക്ക് നോക്കാത്തത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ക്യൂൻ ഓഫ് കപ്പാണ്. ക്യൂൻ ഓഫ് കപ്പ് ആകുമ്പോഴത്തേക്ക് അടച്ചു വെച്ചിരിക്കുന്ന കപ്പാണ്. ഓക്കെ, അപ്പോൾ അതിലോട്ട് തീർച്ചയായിട്ടും നോക്കാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റേതായ ഇൻഡ്യൂഷൻ എന്താണോ ആ ഇൻഡ്യൂഷനിലോട്ട് മാത്രമാണ് ശ്രദ്ധ വയ്ക്കുന്നത്. തേർഡ് പാർട്ടിയുടെ കപ്പിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് താല്പര്യമില്ല. നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്. വാട്ടർ എനർജി, ക്യാൻസർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, 18 വന്നിട്ടുണ്ട്. നമ്പർ 5 വന്നിട്ടുണ്ട്. പൈസീസ്. ഓക്കെ, 7 നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ട്, തേർഡ് പാർട്ടിയുടെ ഓഫറിനെ നിരസിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടും സ്ട്രെങ്ത്, മാനസികമായിട്ടുള്ള ബലം എടുക്കുകയാണ്. കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടി പണത്തിന് വേണ്ടിയിട്ടാണ് പേഴ്സണെ പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. പേഴ്സൻ്റെ കൂടെ ഉള്ളതിരിക്കുന്നതെന്ന് മനസ്സിലായി. പേഴ്സൻ്റെ പൈസ എല്ലാം എടുത്തുകൊണ്ട് പോകുകയാണ്. ഓക്കെ, അപ്പോൾ ചതിയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. അടുത്ത നമുക്ക് 10 ഓഫ് സോഡ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ അതീവമായിട്ട് പെയിനാണ്, നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് ചതിച്ചിരിക്കുകയാണ്, പിറകിൽ നിന്നുള്ള കുത്താണ്. നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള കുത്ത് കിട്ടുമെന്ന്. കാരണം നിങ്ങൾക്ക് തന്നിട്ട് പോയപ്പോഴത്തേക്ക് വിചാരിച്ചില്ല യൂണിവേഴ്സ് തിരിച്ച് നിങ്ങൾക്ക് അവർക്കും കൊടുക്കുമെന്നുള്ള കാര്യം. ഓക്കെ, എങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. അവരുടെ ജീവിതത്തിലെ ഈ ഒരു അന്തേരെ കറുപ്പായിട്ടുള്ള ദിവസങ്ങളെല്ലാം മാറിപ്പോകുന്നെന്നും ഈ ഒരു ബ്ലാക്ക് എനർജിയെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങും വരുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ ഒരു തേർഡ് പാർട്ടി. ഓക്കെ, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻ വെച്ചിരിക്കുന്നത് പണത്തിന് വേണ്ടി മാത്രമാണ്. അവർക്ക് മറ്റ് വ്യക്തികളുമായിട്ടുള്ള റിലേഷൻ ഉണ്ട്. അവരുടെ എൻജോയും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ നിന്ന് പണവും വാങ്ങിച്ചിട്ട് മറ്റ് വ്യക്തികളുമായിട്ടാണ് അവരത് സന്തോഷിക്കുന്നത്, ഉല്ലസിക്കുന്നതും എല്ലാം. ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയധികം പെയിന്, പിറകിൽ നിന്ന് കുത്തി ചതിച്ചു. അപ്പം നിങ്ങളുടെ റിലേഷനെ തകർത്ത് പണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റിലേഷനെ തകർത്തത് എന്നുള്ള കാര്യങ്ങളും തിരിച്ചറിവുകളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കുത്തു കൊണ്ട് കിടക്കുന്ന സമയത്താണ് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ തേർഡ് പാർട്ടി ഇവിടെയും ചതിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചതി ഇഷ്ടം പോലെ നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണ് കിട്ടുന്നുണ്ട്. അത് കർമ്മയാണ്, അനുഭവിക്കട്ടെ. കാരണം അനുഭവിച്ചേ മതിയാവും. അത് അനുഭവിക്കാതെ അവരുടെ ജീവിതം പൂർണ്ണമാകത്തില്ല. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്ക് എങ്ങനെയാണോ പെയിൻ അനുഭവിച്ച് നിങ്ങൾ ഡിപ്രഷനിലായിരിക്കുന്നത്, അതേ ഡിപ്രഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോകുന്നത്. അവർക്ക് അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ അത്രയേറെ ചതി അവർക്ക് പെട്ടിരിക്കുകയാണ്. അവരുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ, മാനസികമായിട്ടുള്ള നഷ്ടങ്ങൾ, അപമാനങ്ങൾ എല്ലാം അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് വരുന്നത്. കാരണം തേർഡ് പാർട്ടി പണമെല്ലാം അവരിൽ നിന്ന് പറ്റിച്ചും ചതിച്ചും ഒക്കെ എടുത്തതിന് ശേഷം തേർഡ് പാർട്ടിയുടെ സ്നേഹവും എല്ലാം മറ്റു വ്യക്തികളോടാണ്. 3 ഓഫ് കപ്പാണ്. അവരുടെ ഫാമിലിയിലോട്ടാണ് ശ്രദ്ധ മുഴുവനും. തേർഡ് പാർട്ടിയുടെ ഫാമിലിയിലോട്ടോ ഫ്രണ്ട്സുകളിലോട്ടോ അല്ലെങ്കിൽ അവരുടെ റിലേഷനിൽ മറ്റെന്തെങ്കിലും വ്യക്തികളുണ്ടോ, അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടാണ് അവർ സന്തോഷിക്കുന്നത്. പണത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ പേഴ്സണെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ് തേർഡ് പാർട്ടിയെ വിട്ട് വരുമോ എന്ന് ചോദിച്ച് 100% വിട്ട് വരും. കാരണം ഈ ഒരു സമയത്ത് അത്രയേറെ പെയിൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നിയർ ഫ്യൂച്ചറാണ്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനാണ് ആദ്യമേ പറഞ്ഞത് മൊത്തം കറണ്ട് സിറ്റുവേഷനാണ്. ഓക്കെ, അതിനുശേഷം നിയർ ഫ്യൂച്ചറിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും തേർഡ് പാർട്ടിയുടെ കൂടെ ഒരു ചെറിയ രീതിയിലുള്ള അടിച്ചുപൊളിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. കാരണം മോഹം മാത്രമേ ഉള്ളൂ, വേറെ അടിച്ചുപൊളിയും കാര്യങ്ങളൊന്നുമില്ല. മോഹങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ചില സെക്ഷലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് കടന്നു പോകുകയാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെ സ്നേഹത്തിൻ്റെ ഒരു കപ്പുകളും ഒന്നും കാണുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ നിയർ ഫ്യൂച്ചറിൽ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുകയും തേർഡ് പാർട്ടിയെ വിട്ടു വരാൻ സാധ്യത ഒരുപാട് കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത റീഡിങ്ങിലേക്ക് പോകാം. ഈ റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, റീഡിങ് കൂടിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത് രണ്ടായിട്ട് ഇടാനേ പറ്റുള്ളൂ. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് സെൻഡ് ആവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 പാർട്ട്ണർ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തത് പാർട്ട് 1 ആയിട്ടിടാം, അടുത്തത് പാർട്ട് 2 ആയിട്ടിടാം. അപ്പം അങ്ങനെ ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചോദിച്ച് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനും കൂടി ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫയൽ കറക്റ്റാണ്. ഓക്കെ, ഇല്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് 2 കൂടി കാണുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ, അവരെന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ഒരു സമയം കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇപ്പോൾ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് ഈ വീഡിയോ കാണുന്ന വ്യക്തി, ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത വ്യക്തി
എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒന്നാമത്തെ പയൽ സെലക്ട് ചെയ്ത വ്യക്തി എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇത് നിങ്ങളുടെ സിറ്റുവേഷനാണേ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ചിലവർക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ഇതിലും പറയുന്നുണ്ടായിരുന്നു, ആദ്യം നിങ്ങളുടെ നോക്കിയായിരുന്നു, നിങ്ങളുടെ പേഴ്സൻ്റെ നോക്കിയായിരുന്നു. അപ്പം നിങ്ങളത് വീഡിയോ ഓടിച്ച് കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ വയ്യാത്തത്. പല വ്യക്തികളും ഓടിച്ചാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി ലഭിക്കാത്തത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റ് റീഡിങ് തന്നതിന് ഞാൻ നന്ദി പറയുന്നു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇമോഷനെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഗോ വിത്ത് ഫ്ലോ ആണ്, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ പോകുന്ന വ്യക്തികളാണ് ഈ വീഡിയോ ഒന്നാമത്തെ പയൽ സെലക്ട് ചെയ്തത്. സെൽഫ് ലവ് ചെയ്യുന്നവരുണ്ട്, അവരവനെ തന്നെ കുറച്ചുകൂടി മനോഹരമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്. എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് കാര്യമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തോ പെട്ടെന്നൊരു കാര്യം അത്രയും സ്പീഡിന് വരാൻ പോകുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞവരുണ്ടായിരിക്കും. എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എന്തായിരുന്നാലും ഒരു മരവിച്ച അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സിംഗിൾ പേരൻ്റ് ആവാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ. ഓക്കെ, നിങ്ങളിപ്പം യൂണിവേഴ്സുമായിട്ട് ഭക്തിയുടെ മാർഗങ്ങളിലും കാര്യങ്ങളിലൊക്കെ പോവുകയാണ്. നിങ്ങൾ പൂജയും പാട്ടുമായിട്ട് ഒക്കെ പൂജയും കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ പോകുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കരച്ചിലാണോ അതല്ല സന്തോഷമാണോ ഒന്നും നിങ്ങൾക്ക് ആരെയും അറിയിക്കാനും വയ്യ. നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയാൻ മേല. എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളിപ്പം ദൈവികമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. യൂണിവേഴ്സിലേക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് എന്താണ്, സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഉത്തരം തരാൻ പറ്റത്തില്ല. ചില സമയത്ത് സങ്കടമായിരിക്കും, ചില സമയത്ത് സ്നേഹമായിരിക്കും. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ പ്രകടമാക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. മറ്റു ചില വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണെ മാത്രം നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം സ്നേഹമാണോ നിങ്ങളുടെ പേഴ്സണ്, സ്നേഹമാണോ സ്നേഹമല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് യാതൊരു ക്ലാരിറ്റിയും ഈ ഒരു സമയത്ത് ഇല്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, ആ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ പക്ഷേ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഓക്കെ, നിങ്ങളൊരു ന്യൂ ബിഗിനിങ് എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. ദ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ലോങ് ടൈം ലവ് റിലേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മരണം വരെയും നിങ്ങളുടെ കൂടെ കാണണമെന്ന് ഈ ഒരു സമയത്ത് ആഗ്രഹിച്ചു കൊണ്ടാണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് പ്രാർത്ഥന നടക്കുന്നത്. ഇതൊരു പൂജ കാർഡ് കൂടിയാണ്, പൂജ നടത്തുന്നതിൻ്റെ കാർഡാണ്. പൂജയെന്ന് പറയുന്നത് മനസ്സിൻ്റെ പൂജയും കൂടി ആകാം, അല്ലാത്ത പൂജ തന്നെയല്ല. പ്രാർത്ഥനയാണ് പൂജയെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളൊരു പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ലോങ് ടൈം വരണമേ, ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം സൺ കാർഡാണ് വന്നിരിക്കുന്നത്, ന്യൂ ബിഗിനിങ് കാർഡാണ്. ലോങ് ടൈം റിലേഷനെ കുറിച്ചാണ് അത് പറയുന്നത്. ഓക്കെ, മറ്റു ചില വ്യക്തികൾ ഗോ വിത്ത് ഫ്ലോ ആണ്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ചില വ്യക്തികൾ വിചാരിക്കുന്നുണ്ട്, ഞാൻ ആ ഒരു പടുകുഴിയിൽ വീഴാതെ എന്നെ യൂണിവേഴ്സ് രക്ഷിച്ചു. ഓക്കെ, ചില റിലേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷനെ നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളായിരിക്കത്തില്ല. ആ വ്യക്തി ചിലപ്പോൾ മനസ്സുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ആ ഒരു റിലേഷനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് തന്നെ നന്നായി, അതിനുവേണ്ടി ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ഒരു വലിയ കുഴിയായിരുന്നു, ആ കുഴിയിൽ നിന്നും യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എനിക്കത് തിരിച്ചറിയുവാനും ഞാനത് മുന്നേ അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് എൻ്റെ ലൈഫ് ഒരുപാട് നഷ്ടത്തിലേക്ക് പോയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സണെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ വാല്യൂ ഇപ്പം നിങ്ങൾക്ക് വലിയ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുത്തിരുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയിരുന്നു എങ്കിൽ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ അധികമായി
ഒന്നും അറിയുന്നില്ല. കാരണം കയ്യിൽ ഇരിപ്പുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ ശ്രദ്ധിക്കുന്നില്ല. മറ്റു കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ പ്രയോറിറ്റി. ഇപ്പം നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൂടുതലും പോകുന്നത്. കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നതായിട്ടുള്ള, നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ലാതില്ല, കാരണം ഇല്ലാതെയാണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ കാണത്തില്ല. നിങ്ങൾ ഇച്ചിരിയെങ്കിലും നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അന്വേഷിച്ച് വരത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ചില വ്യക്തികൾ ഗോ വിത്ത് ഫ്ലോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദീദി പാനിതോ ഓക്കെ. നിങ്ങളെന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം പെയിൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഗോ വിത്ത് ഫ്ലോ. ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം അധികം നിങ്ങളുടെ പേഴ്സണിലേക്ക് ശ്രദ്ധ വയ്ക്കാൻ വയ്യ. നിങ്ങൾ നിങ്ങളുടേതായ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഈ ഒരു വീഡിയോ ഈ ഒരു സമയത്ത് കാണുന്നത്. മറ്റ് ചില വ്യക്തികൾ അവരുടെ ഗ്ലാമറിലും കാര്യങ്ങളിലൊക്കെ നോക്കുന്നുണ്ട്. അവർ കൃഷികളും കാര്യങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചില വ്യക്തികളാണെങ്കിൽ പുതിയ ചെടികൾ നട്ട് നനയ്ക്കാനും അല്ലെങ്കിൽ പുതിയ കൃഷി തൈ ചെടികളൊക്കെ വെക്കാനും വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ നട്ട് നനയ്ക്കാനും ഒക്കെ പല വ്യക്തികളും അതിൽ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് സമയങ്ങൾ. ചെടി നനയ്ക്കുന്നതിനും ചെടിയെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടായിട്ട് കുറച്ച് സമയങ്ങൾ കൂടുതലും അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ അവരുടെ സൗന്ദര്യത്തിലും മറ്റും കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. ഓക്കെ, കണ്ണാടിയൊക്കെ നോക്കി നല്ല സൗന്ദര്യം ഇച്ചിരി കൂടെ കൂടണം, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞെട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു ഭയങ്കരമായിട്ടുള്ള ചലഞ്ച് തന്നെ എടുത്തിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് നിങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് പോയിട്ടുള്ളതെങ്കിൽ അതിനപ്പുറമുള്ള സൗന്ദര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും, നിങ്ങളുടെ സൗന്ദര്യം കൂട്ടിയെടുക്കും എന്നുള്ള ചലഞ്ചിങ് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ചില വ്യക്തികൾ ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഒരു മദറിങ് കെയറാണ്. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ആര് തന്നെ ആയിരുന്നാലും അവരെയൊക്കെ ഒരുപാട് നിങ്ങൾ കെയർ ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത്രത്തോളം നല്ല ഒരു സ്വഭാവമാണെങ്കിൽ ശരി തന്നെ നിങ്ങൾ ഒരു മറ്റുള്ളവരെ അംഗീകരിക്കുന്ന രീതിയിട്ടുള്ളൊരു ഒരു രീതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് തന്നെ. ഓക്കെ, ചില വ്യക്തികൾ സിംഗിൾ മദർ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സിംഗിൾ മദർ ഓർ ഫാദർ. ഓക്കെ, ഇവിടെ ജെൻഡർ വ്യത്യാസമില്ല. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് ഗ്രോത്തുകളൊക്കെ സംഭവിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഗ്രോത്തുകൾ സംഭവിക്കുകയാണ്. ദ കിങ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ടാവട്ടെ യാതൊരു കാര്യങ്ങളുമില്ല. നിങ്ങൾക്ക് സമ്പാദ്യം എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കുള്ള ബിസിനസ്സിനെ കുറിച്ചാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ കരിയർ ആണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ പഠിത്തമാണെങ്കിലും എന്താണോ നിങ്ങളുടെ ഗോള്, ആ ഗോളിലേക്കാണ് നിങ്ങളിപ്പോൾ നോക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ, മിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ അത് ഒരുവിധം സക്സസ് ആയിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് നോക്കാം. നിങ്ങൾ നല്ല ലോയൽറ്റി ഉള്ള വ്യക്തിയാണ്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു സഹായം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അവർ ചെയ്ത എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തന്നെയാണെങ്കിൽ തന്നെയും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ചതിച്ചു പോയാലും ശരി തന്നെ, ആ ചതിയുടെ മധ്യത്തും നിങ്ങൾ ഓർക്കുന്നത് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഇത്ര സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ നല്ല നിമിഷങ്ങൾ തന്നു, അതിന് നന്ദി പറയുകയും അതിനെ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ സന്തോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ ചില സമയത്ത് ഓർത്തുകൊണ്ട് അവരിപ്പോൾ ചെയ്യുന്ന ചതിയെ നിങ്ങൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നൈറ്റ് ഓഫ് സോഡ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭയങ്കര സ്പീഡിൽ എന്തോ വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ എത്രയും സ്പീഡിന് വന്നുകൊണ്ടിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ്.
ഒരു ഗ്രോത്താണ് വരുന്നത്. എംപ്രസ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങളിപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്പീഡിന് തന്നെ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ സ്വഭാവമൊക്കെ പെട്ടെന്ന് മാറ്റമാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ അവർ അതിശയിച്ച് പോകുന്നുണ്ട്. എന്ത് പറ്റി, ഇത് ഇത്ര പെട്ടെന്ന്, ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇത്ര സ്പീഡിന് എന്താണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നല്ല ഇതായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു യാത്ര പോകാൻ തന്നെ വീണ്ടും ഇതാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് 3 ഓഫ് വാണ്ടാണ്. നിങ്ങളൊരു യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, നിങ്ങളെന്തോ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ടൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഒന്നുകിൽ ഒരു യാത്ര, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തോ ഒരു പുതിയ പ്ലാനിങ് നിങ്ങൾ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇത് അയച്ചു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സുകളും ഇതുപോലെ എന്തെങ്കിലും റിലേഷൻ്റെ പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഏറ്റവും ഉപകാരപ്രദമാകും ഇത്. അവരും സെൽഫ് ലവ് ചെയ്യുന്നതിന്, മോട്ടിവേഷൻ ആകുന്നതിനൊക്കെ ഒരു പക്ഷേ ഇതും സഹായിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് അയച്ചു കൊടുത്താൽ എനിക്കും ഒരു ഉപകാരമാകും. ഓക്കെ, എൻ്റെ ചാനലും കൂടി റീച്ച് ആവും, എന്നെയും സഹായിക്കുന്നതിന് തുല്യമാകും. അപ്പം നിങ്ങൾക്ക് കഴിയുന്നത്ര ആൾക്കാരിലേക്ക് ഈ ഒരു ചാനലിനെ കുറിച്ച് നിങ്ങൾ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഞാൻ ഈ വീഡിയോ കൂടുതലാണ്, ഇതെല്ലാം കൂടി മറ്റേ ഇതും കൂടി എടുക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും ഒരു 4 മണിക്കൂറെങ്കിലും ഇരുന്ന് കാണേണ്ടി വരും നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോ ആയിട്ടിടാം. ഓക്കെ, അപ്പം താങ്ക് യു. അടുത്തത് നമ്മൾ ഗ്രീനിൻ്റെയാണ് നോക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.